പോക്കറ്റിലിരിക്കുന്ന ATM കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിന്റെ പിൻ നമ്പർ നമ്മൾ മറന്നു പോകുമ്പോൾ പരിഭ്രമിക്കാറുണ്ട്. ഇത് സെറ്റ് ചെയ്യാൻ ബാങ്കിൽ പോയി ക്യൂ നിൽക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞു. 2026 നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ നോക്കുന്നത് ഏതൊരു ബാങ്കിന്റെയും ATM പിൻ എങ്ങനെ സുരക്ഷിതമായി സ്വന്തമായി ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളുടെ പിൻ നമ്പർ സെറ്റ് ചെയ്യാനോ മാറ്റാനോ വേണ്ടി ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിളിച്ചാൽ ദയവായി വിവരങ്ങൾ നൽകരുത്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും നിങ്ങളുടെ OTP നമ്പറോ രഹസ്യ നമ്പറുകളോ ചോദിക്കില്ല. ഇത് നിങ്ങളുടെ പണം നഷ്ടപ്പെടാൻ കാരണമാകും. അതുകൊണ്ട് ഈ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ATM പിൻ ഉണ്ടാക്കാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. 1, നിങ്ങളുടെ ബാങ്കിന്റെ ATM മെഷീൻ വഴി. 2, ബാങ്കിന്റെ മൊബൈൽ ആപ്പ് അല്ലെങ്കിൽ നെറ്റ് ബാങ്കിംഗ് വഴി. 3, SMS വഴി. ഇതിൽ ഏറ്റവും എളുപ്പമുള്ള വഴി ATM മെഷീൻ ഉപയോഗിക്കുന്നതാണ്. അത് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ബാങ്കിന്റെ തന്നെ ATM കൗണ്ടറിൽ പോവുക എന്നതാണ്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് SBI കാർഡ് ആണെങ്കിൽ SBI ATM ൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. കൂടെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച മൊബൈൽ ഫോണും കരുതണം. കാർഡ് മെഷീനിൽ ഇടുമ്പോൾ സ്ക്രീനിൽ പിൻ ജനറേഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. അത് തിരഞ്ഞെടുക്കുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ചോദിക്കും. അത് കൃത്യമായി നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ നൽകാനും ആവശ്യപ്പെടും. ഇത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP അല്ലെങ്കിൽ താൽക്കാലിക പിൻ നമ്പർ വരും. പലരും തെറ്റിക്കുന്നത് ഇവിടെയാണ്. ഈ ഫോണിൽ വന്ന നമ്പർ നിങ്ങളുടെ സ്ഥിരം പിൻ നമ്പർ അല്ല. അതുപയോഗിച്ച് ഉടനെ തന്നെ പിൻ ചേഞ്ച് എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 അക്ക നമ്പർ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ജനനത്തീയതിയോ വണ്ടി നമ്പറോ ഒക്കെ പിന്നായി ഇടുന്നത് ഒഴിവാക്കുക. മറ്റാർക്കും ഊഹിക്കാൻ പറ്റാത്ത ഒരു നമ്പർ വേണം തിരഞ്ഞെടുക്കാൻ. ഇനി ATM ൽ പോകാൻ മടിയുള്ളവർക്ക് മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം. ഇപ്പോൾ എല്ലാ ബാങ്കുകൾക്കും സ്വന്തം ആപ്പുകളുമുണ്ട്. ആപ്പിൽ കയറി കാർഡ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് സെറ്റിംഗ്സ് എന്ന ഭാഗം നോക്കുക. അവിടെ സെറ്റ് ഓർ റീസെറ്റ് പിൻ എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ പിൻ നമ്പർ ടൈപ്പ് ചെയ്യാം. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP കൂടി നൽകിയാൽ സംഗതി കഴിഞ്ഞു. വീട്ടിലിരുന്ന് തന്നെ ഇത് 1 മിനിറ്റിനുള്ളിൽ തീർക്കാം. നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകളെ കൂടി പറഞ്ഞു തരാം. പലരും കാർഡിന്റെ പുറകിൽ പിൻ നമ്പർ എഴുതി വെക്കാറുണ്ട്. ഇത് വളരെ അപകടമാണ്. കാർഡ് നഷ്ടപ്പെട്ടാൽ ആർക്കും നിങ്ങളുടെ പണം എടുക്കാൻ ഇത് സഹായകരമാകും. അതുപോലെ ATM കൗണ്ടറിൽ കയറുമ്പോൾ അപരിചിതരുടെ സഹായം തേടരുത്. അവർക്ക് പിൻ നമ്പർ ടൈപ്പ് ചെയ്യുന്നത് കാണാൻ അവസരവും നൽകരുത്. ക്യാമറകൾ ഉണ്ടോ എന്ന് നോക്കുന്നത് പോലെ തന്നെ കീപാഡ് കൈകൊണ്ട് മറച്ചു പിടിച്ച് വേണം പിൻ അടിക്കാൻ. ഓർക്കുക, 2026 നിയമങ്ങൾ അനുസരിച്ച് കാർഡ് കിട്ടി നിശ്ചിത ദിവസത്തിനുള്ളിൽ പിൻ സെറ്റ് ചെയ്തില്ലെങ്കിൽ കാർഡ് താനെ ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഓരോ ബാങ്കിനും ഇതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് പുതിയ കാർഡ് കിട്ടിയാൽ ഉടൻ തന്നെ പിൻ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഉള്ള തൊട്ടടുത്ത ബാങ്കിൽ പോയി സഹായം തേടാവുന്നതാണ്. ഈ പറയുന്ന ലിങ്കുകൾ വഴിയോ ആപ്പുകൾ വഴിയോ മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. വ്യാജ വെബ്സൈറ്റുകളിൽ ചെന്ന് പെടരുത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നമ്മുടെ പണം നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൃത്യമായ അറിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാം.